എല്ലാവരും പോയോ? പോയി. അമ്മാമ്മ ഉറങ്ങിയോ? വീണ്ടും നമ്മൾ ഒറ്റയ്ക്കായല്ലേ? ജെഡി, എൻ്റെ അടുത്ത് ഇത്തിരി നേരം ഇരിക്കുമോ? എല്ലാം എത്ര പെട്ടെന്ന് മാറിപ്പോയി. പുതിയൊരു ജന്മം പോലെ അല്ലേ? ജെഡിയുടെ മനസ്സെവിടെയാ? അറിയില്ല. പഴയ കാര്യങ്ങൾ ഓർക്കുകയാണോ? ഗീതയെ ഓർക്കുകയാണോ? ജെഡിക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ? എന്തിന്? അന്ന് ഗീത ഉപേക്ഷിച്ചു പോന്നതിന്. ഒരിക്കലുമില്ല. അവള് ചെയ്ത അപരാധത്തിന് ഏറ്റവും ചെറിയ ശിക്ഷയായിരുന്നു അത്. അവളുടെ അച്ഛനെ ഓർത്ത് മാത്രമാണ് ഞാൻ നമ്മളെ കൊല്ലാതെ വിട്ടത്. വാര്യർ സാറിന് ഞാൻ കൊടുത്ത ഗുരുദക്ഷിണയായിരുന്നു മകളുടെ ജീവൻ. ഗുരുദക്ഷിണയോ? അതെ, വാര്യർ സാറ് എനിക്ക് ഗുരുവായിരുന്നു, ജീവിതത്തിലും സാഹിത്യത്തിലും. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും തീർത്തും അനാഥനായി പോയിരുന്ന ആ പഴയ ജയദേവന് എല്ലാമായി വാര്യർ മാഷ്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ മാത്രമേ ഇന്നും വേദനയുള്ളൂ. വാര്യർ സാറ് വലിയ മനുഷ്യനായിരുന്നു. ട്രൂലി എ ഗ്രേറ്റ് മാൻ. ആരാ? ഞാൻ ജയദേവൻ. മനസ്സിലായില്ല. ഈ ലക്കത്തെ ആശപ്പതിപ്പില് അസ്തമയെന്ന് ചെറുകഥ എഴുതിയ. ഓ, ജയദേവൻ. ഇരിക്കൂ ഇരിക്കൂ. ആ, കഥ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറെ കൂടെ പ്രായമുള്ള ആളാണെന്ന്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ MA കഴിഞ്ഞു, ജോലിയൊന്നും ആയിട്ടില്ല. എന്താ സബ്ജക്റ്റ്? ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യവുമായിട്ട് സ്വല്പം ബന്ധമുള്ള ആളാണെന്ന് തൻ്റെ കഥ വായിച്ചപ്പോൾ തോന്നി. ആദ്യമായിട്ടാ എൻ്റെ ഒരു കഥ അച്ചടിച്ച് വരുന്നത്. അപ്പൊ ജയദേവൻ എന്ന് പറയുന്ന കഥാകൃത്ത് എന്റെ കണ്ടത്തിലല്ലേ? തീർച്ചയായും. ഇതാടൂ ഈ പത്രാധിപ കസേരയിൽ ഇരിക്കുന്നതിന്റെ ചാരിതാർത്ഥ്യം. 100 കണക്കിന് ചവറുകൾ വായിച്ചു നോക്കി ചവറ്റുകൊട്ടയെ തള്ളുമ്പം വല്ലപ്പോഴും ഇതുപോലൊരു കണ്ടെത്തൽ, അതിന്റെ സന്തോഷമൊന്ന് വേറെയാ. എങ്ങനെ ഇതിന് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയോ? സന്തോഷം എനിക്കല്ലയോടൂ, ഒരു പുതിയ കഥാകൃത്തിനെ കണ്ടെത്തിയതിന്റെ. ആട്ടെ, നമുക്കൊന്ന് പുറത്തിറങ്ങാം, ഒരു ചായ കുടിക്കാം. തന്നെ വിശദമായിട്ടൊന്ന് പരിചയപ്പെടുകയും വേണമല്ലോ.
വരൂ, വാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അനിയത്തി, ഏട്ടൻ, ഏട്ടത്തിയമ്മ, മോള്. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു പോയി. ഏട്ടൻ റവന്യൂ വകുപ്പിൽ ക്ലർക്കാ. മൂപ്പരെ ആശ്രയിച്ച ഞങ്ങളുടെയൊക്കെ ജീവിതം. അച്ഛൻ? മരിച്ചു. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ. ഹോ. മരിച്ചതല്ല, കൊന്നതാ. ലോക്കപ്പിലിട്ട് പോലീസ് ഭീകരമായി മർദ്ദിച്ചു കൊന്നു. സാറ് ചിലപ്പോൾ അറിയും, സഖാവ് രാഘവൻ. സാറ് കേട്ടിട്ടില്ലേ? കണ്ടിട്ടുമുണ്ട്. കഞ്ഞി വിളമ്പട്ടെ, നേരം ഒരുപാടായി. അവൻ വന്നില്ലേ? ഇല്ല. എവിടെ പോകുന്നു എന്ന് പറഞ്ഞില്ലേ? എന്നോടെന്തിനാ പറയുന്നേ? അമ്മയോട് പറഞ്ഞു കാണും. ഉം. അമ്മേ, അമ്മേ, എന്താ മോനെ? ജയദേവൻ എവിടെ പോയി അമ്മേ? എനിക്കറിയില്ല. കാലത്തെ കാപ്പിയും കുടിച്ചിട്ട് പോയതാ. ദൂരെ എവിടേക്കോ ആണെന്ന് തോന്നുന്നു. ഷർട്ട് തേക്കുന്ന കണ്ടു. കാശ് വല്ലതും കയ്യിലുണ്ടോന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. MA പാസ്സായി പണിയെടുത്ത് കുടുംബം പുലർത്താറായ ചെറുക്കനാ. എന്നിട്ട് അടുക്കളയിൽ കിടക്കണ പെങ്ങളോട് കാലത്തെ കാശ് ചോദിക്കുക. എന്താ ഇവനൊക്കെ ചെയ്യേണ്ടത്? അവന് ജോലി ശമ്പളമൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ മോനെ? ഒരു ജോലി കിട്ടിയാൽ ഒക്കെ ശരിയാവും. ജോലി ആരും വെള്ളിത്താലത്തിൽ വെച്ച് മുമ്പിൽ കൊണ്ട് തരില്ല. അവനോ ശ്രമിക്കണം. ഇതൊക്കെ അഹങ്കാര. 3 നേരവും കേറി വരുമ്പോ മേശപ്പുറത്ത് വിളമ്പി വെക്കാൻ ആളുണ്ടല്ലോ. എല്ലാ ഭാരവും ചുമക്കാൻ ഇങ്ങനൊരു ഏട്ടനുണ്ടെങ്കിൽ ഏതനീനാ പണിക്ക് പോവുക? ഏട്ടത്തിയമ്മ തുടങ്ങി. ഞാൻ പറഞ്ഞതാ കുറ്റം. എല്ലാവർക്കും 5 മണിക്ക് ഓഫീസിൽ പണി തീരും. മിക്കവരും 4 മണിക്ക് ഓഫീസ് വിടും. ഇവിടെ ഒരാൾ ഫയലുകളും പൊക്കി വീട്ടിൽ കൊണ്ടുവന്ന് പാതിര വരെ പണിയാ. അനിയനൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കഥയും സാഹിത്യമെന്നും പറഞ്ഞ് നാട് തണ്ടി നടപ്പു. ദാ വന്നു. ജയദേവ, എവിടെയായിരുന്നു ഇത്ര നേരം? ടൗണിൽ പോയതാ, പത്ര ഓഫീസ് വരെ. എന്താ അവിടെ? എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാനാ? അതല്ല. പിന്നെ പത്രാഫീസിൽ പോകേണ്ട കാര്യം? ഭാരതഭൂമിയിൽ എൻ്റെ ഒരു കഥ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ പത്രാധിപരെ കണ്ട് ഒരു നന്ദി പറയാൻ പോയതാ. എന്താ നിന്റെ ഭാവം? എനിക്കറിയാൻ വയ്യാനിട്ട് ചോദിക്കുക. MA വരെ ഞാൻ നിന്നെ പഠിപ്പിച്ചത് കഥ എഴുതി നടക്കാനാ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ നിനക്ക്? ഈ കുടുംബത്തോട് എന്തെങ്കിലും സ്നേഹം നിനക്കുണ്ടോ? ഞാൻ എന്ത് സ്നേഹക്കുറവായിട്ടാ കാണിച്ചത്? ഒരു കഥ എഴുതി അത് പ്രസിദ്ധീകരിച്ചു, അത്രയല്ലേ ഉള്ളൂ. നിന്റെ അത്രയും പഠിപ്പില്ലെങ്കിലും ഏട്ടനും വായിച്ചിട്ടുണ്ട് കഥകളൊക്കെ. കഥ എഴുതുന്ന സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള നാറുന്ന കഥകളും ഏട്ടൻ കുറെ കേട്ടിട്ടുണ്ട്. എന്റെ അനിയൻ കള്ളും കുടിച്ച് കണ്ടമാനം നടക്കുന്ന ഒരു സാഹിത്യകാരനാകുന്നത് എനിക്ക് സഹിക്കില്ല. അങ്ങനൊന്നും ഞാൻ നടന്നില്ലല്ലോ. ഇപ്പോഴില്ല, പക്ഷെ ഈ സാഹിത്യം നാളെ നിന്നെ കള്ളുഷാപ്പിൽ കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ. ഏട്ടൻ വിവരക്കേട് പറയരുത്. ശരിയാടാ, എനിക്ക് വിവരമില്ല.
എനിക്കെങ്ങനെ വിവരമുണ്ടാവും? പോലീസുകാർ തല്ലിക്കൊന്ന അച്ഛന്റെ ശവം ദാ ഈ കൈകൊണ്ട് ഏറ്റുവാങ്ങുമ്പോ എനിക്ക് 13 വയസ്സാ. വെറും 13 വയസ്സ്. പായി പൊതിഞ്ഞ അച്ഛനെ ഈ മുറ്റത്ത് കൊണ്ട് കിടത്തുമ്പോ ബോധം കെട്ട് വീണു നിറവയറായ അമ്മ. മുട്ടിലഴഞ്ഞു നടന്ന നിനക്ക് അതൊന്നും ഓർമ്മിക്കാനാവില്ല. അന്നു മുതൽ എന്റെ കഴുത്തിൽ തൂങ്ങിയതാ നിങ്ങളുടെയൊക്കെ ഭാരം. കാളയുടെ കഴുത്തിൽ നുകം പോലെ ഇന്നും ഞാനത് വലിക്കുക, ശ്വാസം കഴിക്കാൻ ഇടകിട്ടാതെ. പുസ്തകം വായിക്കാനും വിവരം ഉണ്ടാക്കാനും ഒക്കെ എനിക്കെവിടെ നിന്ന് അനിയാ നേരം? മോനെ, നീ ഏട്ടനെ വിഷമിപ്പിക്കരുത്. അവന്റെ കഷ്ടപ്പാട് നിനക്കറിയില്ല. അമ്മേ, ഏട്ടൻ പേടിക്കണ പോലൊന്നും ഉണ്ടാവില്ല. ഏട്ടന് വിഷമം ഉണ്ടാക്കണ ഒന്നും ഞാൻ ചെയ്യില്ല. കുട്ടിക്കാലത്ത് ഇന്ന് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ച ഏട്ടനല്ലേ? എനിക്ക് പുസ്തകങ്ങൾ കൊണ്ടു തന്ന ഏട്ടനല്ലേ? കുറെ വായിച്ചപ്പോൾ എഴുതണം തോന്നി. എഴുതിയതൊക്കെ പ്രസിദ്ധീകരിക്കണമെന്ന് ഒരു മോഹം. അത് തെറ്റാണോ? അനിയ, നമ്മൾ ഭാഗ്യം കെട്ടവരാ. ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ ഇന്ന് നീയാ. ഒരു പെങ്ങളെ കെട്ടിച്ചതിന്റെ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. ദേ, ഇനി ഒരെണ്ണം പെര നിറഞ്ഞു വരുന്നു. അത് മറക്കണ്ട നീ. ഏട്ടൻ കരുതുന്ന പോലെ അത്ര മോശം കാര്യമല്ല സാഹിത്യം. രാഷ്ട്രീയം മോശമാണോ? അച്ഛന്റെ കൂടെ രാഷ്ട്രീയത്തിൽ വന്നവരൊക്കെ ഇന്ന് മന്ത്രി MLA മാരുമായി. അച്ഛൻ രക്തസാക്ഷിയുമായി. ആ അച്ഛന്റെ മോന് സാഹിത്യത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. സ്വന്തം കഥ വായിച്ചോണ്ടിരിക്കുക. ഏട്ടൻ്റെ കഥ ഞാൻ വായിച്ചു നോക്കി. എന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ബോറ്. എൻ്റെ കൂട്ടുകാരികളോടൊക്കെ ഞാൻ ചോദിച്ചു. അവരൊന്നും ഏട്ടൻ്റെ കഥ വായിച്ചതേയില്ല. ആ, പിന്നെ ഒരു കൂട്ടുകാരി വായിച്ചു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പൊട്ട കഥയാന്ന് പറഞ്ഞു. അതേ, നിന്നെപ്പോലുള്ള മണ്ടി പെണ്ണുങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയല്ല ഞാൻ കഥ എഴുതുന്നത്. തല്ലിപ്പൊളി പൈങ്കിളി വാരികൾ വായിച്ച് നിന്റെയൊക്കെ തലയ്ക്കകത്ത് നിലാവായിപ്പോയി. പിന്നെ മനുഷ്യർ വായിക്കുന്നതേ മംഗളോ മനോരമയൊക്കെയാ. അതിൽ വരുന്നതൊക്കെ ജീവനുള്ള മനുഷ്യരുടെ കഥകളാ. അതിലൊക്കെ കഥ എഴുതിയാലേ 4 പേര് വായിക്കൂ. 5-6 ബുദ്ധിജീവികൾ മാത്രം കക്ഷത്ത് വെച്ചുകൊണ്ട് കിടക്കുന്ന വാരികയിൽ കഥ എഴുതിയാലേ ആര് വായിക്കാനാ? അതും ഒരു പൊട്ടക്കഥ. എടി, മേലാ നീ എൻ്റെ ഒരൊറ്റ കഥയും വായിക്കരുത് കേട്ടോ. അവളുടെ ഒരു നിരൂപണം പോയിട്ടാ. ബാഗ്ദാ, ഇന്ന് ചോറ് മുഴുവനും ഉണ്ണണം. ബാക്കി വെച്ചോണ്ട് വരരുത് കേട്ടോ. എനിക്കൊട്ടും വിശപ്പില്ലാതാ. പിന്നെ
വിശപ്പില്ലാത്രേ. ഉച്ചയ്ക്ക് കളിക്കാൻ വന്ന് എടുക്കാണ്ടല്ലേ ചോറ് മുഴുവൻ ഉണ്ണാത്തത്. എനിക്കറിയാം നിന്റെ സൂത്രം. നടക്ക്. വിശ്വാസല്ലേ? വല്യേട്ടാ, എന്താ? അല്ല, മത്തായി ചേട്ടനോ? ഞാനിന്ന് അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. വാ, കയറിയിരിക്കെ. ഭംഗി വാക്കൊന്നും വേണ്ട സാറേ. എന്റെ കാര്യം എന്തായി? അത് ഞാൻ അന്ന് പറഞ്ഞ ആ ലോണിന്റെ കാര്യം ശരിയായില്ല മത്തായി ചേട്ടാ. ശരിയായ ഉടനെ എത്തിച്ചേക്കാം. ഇത് എത്രാമത്തെ അവധിയാ സാറേ? ഒരു മര്യാദയൊക്കെ വേണ്ടേ? കൊല്ലം എത്രയായി? എന്തു ചെയ്യാനാ മത്തായി ചേട്ടാ? സഹകരണ സംഘത്തിന്റെ കാര്യല്ലേ, അതിനൊരുപാട് ഫോർമാലിറ്റീസും നൂലാമാലകളും. അതൊന്നും എനിക്കറിയണ്ട. എനിക്കെന്റെ കാശ് കിട്ടണം. കൊല്ലം 5 ആറായില്ലേ? അതിനെന്താ, പലിശ കൃത്യമായിട്ട് തരുന്നില്ലേ? ഞാൻ ഈ നാട്ടിൽ നിന്ന് ഒളിച്ചു പോകാനൊന്നും പോകുന്നില്ലല്ലോ. ദേ, മറ്റേ വർത്താനം പറയരുത്. പെങ്ങടെ കല്യാണമാണ്, നിവർത്തിയില്ലാന്നും പറഞ്ഞ് താൻ കരഞ്ഞു പറഞ്ഞപ്പോഴല്ലടോ വെറും ഒരു പ്രോനോട്ടിന്റെ പുറത്ത് ഞാൻ കാശ് തന്നത്. മത്തായിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഉടനെ ഇവൻ എന്തെങ്കിലും ചെയ്യും. എന്റെ ചേട്ടത്തി, എന്റെ മരുമോൻ ചെക്കന് ഗൾഫിൽ പോണം. എന്റെ മോൾ ഒരേ പിടി. കാശ് കുറച്ചൊന്നും പോരാ. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. ഇത് നിങ്ങൾക്കും വലിയ നഷ്ടമല്ലയോ സാറേ? ഇപ്പൊ തന്നെ മുതലിനോളം പലിശയായി. ഇനിയും അത് കൂടുകയല്ലേ ഉള്ളൂ. എങ്ങനെയും ഇടപാട് തീർത്താ അതിന്റെ ഗുണം എനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കുമില്ലേ? മത്തായി ചേട്ടൻ പറയുന്നത് വളരെ ശരിയാ. 2 ജാമ്യക്കാരെ ഒത്തുകിട്ടാത്തോണ്ട് ആ കാര്യം നടക്കാത്തത്. ഞാൻ പലരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഉടനെ ശരിയാക്കാം. ശരി, ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. ഓ, ഷോ, എന്തൊരു നാണക്കേട്. അയ്യേ, എന്താടി, ഇവിടെ ആരും തുണി കൊടുത്തിട്ടില്ലേ? എന്നോടെന്തിനാ ദേഷ്യം? ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇങ്ങനെ കാലത്തെ കടക്കാരി വന്നു പോകുന്ന പതിവൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാ. സ്ത്രീധനമായിട്ട് 10 പൈസ പോലും ഞാൻ നിന്റെ തന്തോട് വാങ്ങിയിട്ടില്ല. അപ്പ കടം കയറിന്നിരിക്കും. പൊടിയകത്ത്. ചായ. ആ, ചായ തണുത്തുപോയി. ഞാനതെടുത്ത് ഒഴിച്ചു കളഞ്ഞു. ആഹാ, ഇപ്പോഴാണോടാ എണീറ്റ് വരണത്? നേരെ ഉച്ചയായി. നേരത്തെ എണീറ്റതാ. ഏട്ടൻ ഓഫീസിൽ പോയിട്ട് വരാമെന്ന് കരുതി. കാലത്ത് എന്നെ കണ്ടാ മൂപ്പർക്ക് ദേഷ്യം വന്നാലോ? അവൻ പറയുന്നതിനാണോടാ കുറ്റം? 2 അറ്റവും മുട്ടിക്കാൻ പറ്റാതെ അവൻ വിഷമിക്കുക. ദാ, ഇപ്പൊ ആ പലിശക്കാരൻ മത്തായി വന്നു പോയതേ ഉള്ളൂ. ഓ, അതാണോ ഒരു പൊട്ടലും ചീറ്റലും കേട്ടത്? പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. അവന്റെ ഒരു തമാശ. എനിക്കെല്ലാം അറിയാമേ. എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. നോക്കിക്കോ, ഇനി കോളേജ് ജോലി കിട്ടും. അതോടെ ഏട്ടൻ്റെ ബുദ്ധിമുട്ടെല്ലാം തീരും. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുവോടാ. എന്താമേ? നിന്റെ അച്ഛനുള്ളപ്പോ ദിവസവും തീയായിരുന്നു ഉള്ളിൽ. എന്ന് സമരവും അടിപിടിയും ലഹളയും. എന്റെ മക്കൾക്ക് ഒരു നേരം വയറ് നിറച്ച് ചോറ് കൊടുക്കാനായിട്ടില്ല. എന്ത് ചോദിച്ചാലും നിന്റെ അച്ഛൻ പറയും, നമ്മുടെ കാര്യം മാത്രം നോക്കിയാ മതിയോ ദേവു? തൻ കാര്യം മാത്രം നോക്കണോര് മനുഷ്യരാണോ? എല്ലാവർക്കും നല്ലൊരു നാളെ ഉണ്ടാവണം എന്നൊക്കെ. എന്റെ മക്കളുടെ നാളെ മാത്രം ഇരുണ്ടുപോയി. അയ്യേ, അതൊന്നും ഓർക്കരുതമ്മേ. ഒരുപാട് കരഞ്ഞു നിർത്തല്ലേ എൻ്റെ അമ്മ. ഇനി അതൊക്കെ മറക്കണം. ലോകം മാറിപ്പോയമ്മേ, ഒരുപാട് മാറിപ്പോയി. മറക്കാനോ? അതിനെന്നെ തെക്കോട്ടെടുക്കണം. എന്താ കണ്ടോ, അമ്മയ്ക്ക് ഇനി ഇന്ന് വേറെ ഒന്നും വേണ്ട. ഏട്ടനൊന്ന് പോണുണ്ടോ? വേഗം പോയി പല്ലൊക്കെ തേച്ചുവാ. അപ്പോഴേക്കും ഞാൻ ചായ തിളപ്പിക്കാം. ചെല്ല്, എടി പോവാ. ചെല്ല്. ശരി.